ഹലോ, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സുകളൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്, സന്തോഷം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഉടനെ ലൈക്ക് അടിക്കണം. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് അടിച്ചാൽ മതി കേട്ടോ. പലർക്കും നമ്മളെ വീഡിയോ ഒന്നും ഇഷ്ടമുണ്ടാവില്ല, എന്നാലും ചെറിയൊരു വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇടുന്നത് നമ്മൾ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ നിങ്ങൾ രേഖപ്പെടുത്താം. നമ്മുടെ മലപ്പുറം തമ്പുരു എന്ന് പറയുന്ന ഒരു കൊച്ചു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷമാണ് കേട്ടോ. അപ്പോൾ നൂൽപുട്ടും ചിക്കൻ കറിയും തൊട്ട അയൽവക്കത്തു നിന്ന് കിട്ടിയതാണ് കേട്ടോ. നമ്മൾ രാവിലെ ചോറ് ഉപ്പുമാവ് ഉണ്ടാക്കിയത്, അതായത് പച്ചരി കൊണ്ടുള്ളൊരു ഉപ്പുമാവ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇതാ തൊട്ടടുത്ത വീട്ടുകാരാണ് നമുക്ക് തന്നത് കേട്ടോ. നമ്മളെ അയൽവാസികൾ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും അടിപൊളിയാണ് കേട്ടോ. രണ്ട് അയൽവാസികൾ, അയൽപക്കം പല സ്ഥലത്തും പലതാണ് പറയാം. അപ്പോൾ നമ്മൾ ആ ഒരു വീട്ടിൽ നിന്നാട്ടോ നമുക്കിന്ന് നൂൽപുട്ടും ഇപ്പോൾ ചിക്കൻ കറിയും കിട്ടിയത്. അപ്പോൾ ഉസ്താദന്മാരെ ചിലവാണ്, അതുകൊണ്ട് കൂടുതലായിട്ട് ഉണ്ടാക്കി ഉപ്പ് കൊണ്ടു തന്നതാണ്. അതിന് മുന്നത്തെ എൻ്റെ വീഡിയോയിൽ കണ്ടല്ലോ, ആ വീട്ടിൽ നിന്ന് അപ്പോൾ കാണുന്ന വീടതാ നമ്മൾ മുൻവശത്തുള്ള വീട്ടിൽ നിന്ന് നമുക്ക് പത്തിരി കിട്ടിയായിരുന്നു. ഉസ്താദന്മാർ ചിലവായതുകൊണ്ട് പത്തിരി അവർ കൊണ്ടു തന്നിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെയുള്ള അയൽവാസികളൊക്കെ നല്ല അടിപൊളിയാണ്. നമുക്കൊക്കെ ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് അയൽവാസികളാണ് അല്ലേ. അയൽവാസികൾ അടിപൊളിയായി കഴിഞ്ഞാൽ നമ്മൾ ആ നിൽക്കുന്നവിടെ തന്നെ സന്തോഷമാണ് അല്ലേ. അപ്പോൾ നമ്മുടെ അയൽവാസികളെല്ലാവരും അടിപൊളിയാണ് കേട്ടോ, ഉഷാറാണ് ആൾക്കാർ. അപ്പോൾ നമ്മളെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉള്ള കട്ടൻ ചായയും ഉപ്പുമാവും അതുപോലെ തന്നെ നൂൽപുട്ടും ചിക്കൻ കറി കേട്ടോ. അപ്പോൾ നമ്മുടെ കട്ടൻ ചായ, പാൽ ചായയൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് കട്ടൻ ചായ, പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു 4 മണിക്കൊക്കെ ആകുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു പാൽ ചായ എന്ന് പറയുമ്പോൾ അതൊരു ഇതാണ്. പിന്നെ പാൽ ചായ നമുക്ക് കിട്ടാനുമില്ല, അതുകൊണ്ട് കട്ടൻ ചായയിൽ നമ്മളവിടെ ഒപ്പിക്കുക അല്ല പിന്നെ അല്ലേ. കട്ടൻ ചായൻ്റെ അത്ര ഒക്കൂല. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു പാത്രം കാണുന്നുണ്ട്, ഒരു കൊച്ചു പാത്രം, ആ പാത്രത്തിലാണ് കേട്ടോ കട്ടൻ ചായ കുടിക്കുക. എനിക്ക് ഗ്ലാസിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് ആ ഒരു പാത്രം മതി കട്ടൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ചില ആൾക്കാർക്കൊക്കെ ഉണ്ടാവുമല്ലോ ഒരു പിഞ്ഞാണത്തിനോടൊരു അറ്റാച്ച്മെൻറ്റ്, പിഞ്ഞാണം ഗ്ലാസ് അങ്ങനെ കഴിക്കും, അങ്ങനെ ഉണ്ടോ. എനിക്കിവിടെ ഒരു പിഞ്ഞാണം കേട്ടോ, ഞാൻ അതിൽ തന്നെയുള്ളൂ ചായക്കും കടി കഴിക്കുക, ചോറിനും ഒക്കെ കഴിക്കില്ല അതിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞ പിഞ്ഞാണും നമ്മൾ ചായപാത്രം കേട്ടോ. ഉപ്പുമാവും ചിക്കൻ കറി, നല്ല അടിപൊളി ചിക്കൻ കറി കേട്ടോ. പത്തിരിക്ക് നൂൽപുട്ടിക്കൊക്കെ അതിൻ്റെ നാളികേരം അരച്ചുണ്ടാക്കുന്ന ഒരു ചിക്കൻ കറി, അത് വേറെ ടേസ്റ്റ് തന്നെയല്ലേ. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചായ കുടിച്ച് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ് നമ്മളെ മെയിൻ പരിപാടി. അങ്ങനെ ചായയും കൊണ്ട് വരികയാണ് ശ്രീകോട്ടൻ. അപ്പോൾ അവിടെ വീട്ടിൽ പോയിട്ട് കൂടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. അപ്പോൾ ശ്രീകോട്ടനെ വിളിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒപ്പിരുന്ന് ചാടിക്കാം, അപ്പോഴാണ് ഓരോന്നൊക്കെ പറഞ്ഞ് തല്ലൂടാൻ ഇതാക്കാൻ പറ്റുള്ളൂ. നമ്മളെ മെയിൻ സൂപ്പർക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീകോടിനെ വരവേൽക്കണം. അതിനായിട്ട് വിളിച്ചു കൊണ്ടാണ് കേട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ മക്കൾ ചെറുതും പാറും കൂടി നൂൽപുട്ടും ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കിൽ ഓരോ നോക്കണം, കുട്ടികളെ നോക്കുക എന്നുള്ള പണിയാണ് ഏറ്റവും വലിയ പണിയില്ലേ. അതൊരു അടിപൊളി പണി തന്നെയാണ്, വല്ലാത്ത ജാതി പണിയാണ് പറഞ്ഞില്ലേ. അപ്പോൾ പാറൂസും പാറുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെറുതിനെ പോയി ഒന്ന് തോണ്ടുക, അതൊക്കെ തന്നെയാണ് പരിപാടി. ഞാൻ ഏറെക്കുറെ വീഡിയോ ഒന്നും എടുക്കാത്ത തന്നെ പറഞ്ഞാൽ കുട്ടികൾ ഉള്ള ഒരു നോട്ടും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേക്ക് തന്നെ നമുക്കതൊന്നും എത്തിച്ചു തരില്ല വീഡിയോ ഇടാനൊക്കെ. അപ്പോൾ തന്നെ ഇപ്പോൾ നമ്മളിവിടെ വോയിസ് കൊടുക്കുമ്പോൾ അവിടെ ചെറുതുണ്ട്, ഇവിടെ കിടന്ന് ഡ്രസ്സ് ഉണ്ടാക്കണം, കരയല്ലാത്തതുകൊണ്ട് എൻ്റെ ഭാഗ്യമുണ്ട്. അപ്പോൾ അതാ ആൾ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ, രണ്ടാളും ആക്റ്റീവാണ്. അങ്ങനെ ഇതാ തൊട്ടയൽവക്കത്ത് നമുക്ക് ഒരു കേസ് നിറയെ മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കാണുന്ന വീട്ടിൽ നിന്നാണ് കേട്ടോ മാങ്ങ കൊണ്ട് തന്നത്. അപ്പോൾ അവർ മാങ്ങ പറിച്ചതാണ്. അപ്പോൾ കുറേയൊക്കെ ചാടിയിട്ട് പൊട്ടിയിട്ടൊക്കെ ഉണ്ടപ്പോൾ നിങ്ങൾ അച്ചാറിട്ടോ. അങ്ങനെ നമ്മൾ മിനിഞ്ഞാന്നിട്ടൊരു വീഡിയോ കുറേ കാലത്തിന് ശേഷം വണക്കായിട്ടുണ്ട് കേട്ടോ, ഒരു വ്ളോഗായിട്ടിട്ട ഒരു വീഡിയോ. വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടവർക്കൊക്കെ നന്ദി. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നിങ്ങളെ അഭിപ്രായം കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ അറിയിക്കുക കേട്ടോ. നമുക്കതൊരു പ്രശ്നമുള്ള കാര്യമല്ല. നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നമ്മളൊക്കെ വീഡിയോ കാണുമ്പോൾ ചില ആൾക്കാർക്ക് നമ്മളെ വീഡിയോ ഒക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയണം. കാരണം നമ്മൾ മാക്സിമം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. വീട്ടിൻ്റെ ഉള്ളിൽ ഒതുങ്ങി കൂടിയ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വ്ളോഗായിട്ടുള്ളതൊക്കെ തന്നെ നമുക്ക് ചെയ്യാനുള്ളൂ.
എന്താ പിന്നെ എങ്ങോട്ടേലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ ആ ഒരു വീഡിയോ നിങ്ങളിലേക്ക് കണ്ടൻറ്റായിട്ട് ഇട്ട് തരുന്നതാണ്. പിന്നെ പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റോ കാര്യങ്ങളോ ഇല്ല. അതാണ് നമ്മളെ വീഡിയോ ഒക്കെ ഇങ്ങനെ അടിക്ക് ഡിം 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 ആവണത്. കാരണം അല്ല ഇപ്പം നമ്മളിഷ്ടപ്പെട്ട് എന്നെ സംബന്ധിച്ചോളം എനിക്ക് എൻ്റെ വീഡിയോ കാണുന്നത് നമ്മളിഷ്ടപ്പെട്ട് വന്ന് കാണുന്നവർ കാണട്ടെ എന്നുള്ളതാണ് കേട്ടോ. കാരണം നമ്മളെ സംബന്ധിച്ചോളം തന്നെ നമ്മളെടുത്ത് തന്നെ ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്, പ്രമുഖരായ യൂട്യൂബേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊക്കെ അവരെ വീട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവരെ കാണിച്ചിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ പോയിട്ട് ചില ആൾക്കാരൊക്കെ പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ മറ്റുള്ളവരുടെ അടുത്തൊക്കെ പോയിട്ട് ഒന്ന് വീഡിയോ ഒക്കെ ചെയ്ത് ഇതാവണത് ഒന്ന് രക്ഷപ്പെടാൻ നോക്കുന്നവരൊക്കെ. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് നമ്മളായിട്ട് ചെയ്ത വീഡിയോ എപ്പോഴെങ്കിലും ആരെങ്കിലുമൊക്കെ കണ്ടിട്ട് ഒന്നിപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഞാൻ ഇടൽ തുടങ്ങിയിട്ട് 3 വർഷമായിട്ടോ എവിടെയും എത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം. പക്ഷെ അതിലുള്ള സങ്കടം എന്ന് പറഞ്ഞാൽ ഞാൻ എത്താത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. എൻ്റെ മക്കളൊക്കെ ചെറുതായപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു കാര്യമായിട്ട് കണ്ടു നിന്ന ആൾക്കാർക്ക് തന്നെ നമ്മളെ വീഡിയോ അങ്ങോട്ട് എത്തിക്കിട്ടണില്ല. കാരണം അവർക്കൊന്നും ചിലപ്പോൾ എത്തായിട്ടായിരിക്കും, ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ എത്തണില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ പല ആൾക്കാരും പറയുന്നുണ്ട്, അല്ല ഇപ്പം എന്താ വീഡിയോ ഒന്നും ഇല്ലേ, ഇപ്പം ഇടലൊന്നും ഇല്ലേ. അത് 2 തരത്തിൽ പറയണവരുണ്ട് കേട്ടോ. എന്താ വീഡിയോ ഒക്കെ നിർത്തിയോ, പരിപാടി നിർത്തിയോ എന്നുള്ളത് ചോദിക്കില്ലേ, ആ ഒരു ചോദ്യത്തിൽ പറയണവരുണ്ട്. അല്ല എന്താ വീഡിയോ ഒന്നും കാണാത്ത, എന്താ വീഡിയോ ഒന്നും ഇടാത്ത, അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം ഇഷ്ടപ്പെടുന്നവരുണ്ടാവും നമ്മളെ വീഡിയോ. ഇപ്പോൾ ഇപ്പോൾ പല യൂട്യൂബേഴ്സിൻ്റെ ഒരു വീഡിയോ ഇടുന്നവർക്കൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നമുക്കൊക്കെ ഒരുപാട് ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അവരൊക്കെ നമ്മൾ വീഡിയോ കാണുകയാണെങ്കിൽ എന്ന് നമ്മളൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാലോചിച്ച് നോക്കൂ. അതിലൊന്നും കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ വീഡിയോ ഇട്ടുകൊണ്ട് ഇരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എവിടെ എത്തിയില്ല എന്നുള്ളൊരു സങ്കടം കാര്യങ്ങളൊന്നും വേണ്ട. എപ്പോഴേലൊക്കെ നമ്മളൊക്കെ അങ്ങോട്ട് രക്ഷപ്പെടുകയും അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്ന തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും പേടിക്കേണ്ട. വീഡിയോ ഒക്കെ എന്നും കണ്ടിന്യൂസ് ആയിട്ട് ഇടുക. നമ്മൾക്കും ഒരു ദിവസം ഉണ്ടാവും അത് അങ്ങോട്ട് രക്ഷപ്പെടും. ഒരു പ്രതീക്ഷയിൽ എന്നും ഡെയിലി വീഡിയോ ഇടുക. അപ്പം ഞാനൊക്കെ ഇനി അങ്ങനെ തന്നെ കാട്ടാൻ പോണത്. എന്നും ഡെയിലി വീഡിയോ ഇടുക. എപ്പോഴെങ്കിലുമൊക്കെ ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട് ഞാനും ഒരിക്കൽ രക്ഷപ്പെടും എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. അപ്പോൾ എന്നും ഡെയിലി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്കും ഒരു ദിവസം വരും. അപ്പം അതുകൊണ്ട് എല്ലാവരും വീഡിയോ എന്നും ഡെയിലി ഇടാൻ നോക്കുക. നല്ല കണ്ടൻറ്റ് കൊടുക്കാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കണ്ടൻറ്റ് ആയാലും നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാകും കൂടെ കാണാൻ. അതുകൊണ്ട് വീഡിയോ ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ നമ്മൾ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറഞ്ഞു തരാൻ ഉണ്ടോ വെച്ചാൽ എനിക്കൊരു ബെസ്റ്റ് ആയിട്ട് തോന്നി 2-3 ആൾക്കാരുണ്ട് നമ്മുടെ യൂട്യൂബിൽ. ഷിയാസത്ത പറഞ്ഞ ഒരു ചാനലുണ്ട്. ഞാനത് എന്തായാലും ഒരു കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നല്ല അടിപൊളി ഫാമിലി വ്ലോഗായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഇപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ തമ്പുരു നീ അതും കൂടി ഒന്നും കൂടി ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ബെറ്റർ ആവുമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് ആൾ. അപ്പോൾ അതൊക്കെ നേരെ പറഞ്ഞാൽ അപ്പോൾ നമ്മളൊക്കെ രക്ഷപ്പെടട്ടെ. കാരണം അവരും നമ്മളെപ്പോലെ തന്നെയാണ്, ഒരു സാധാരണ കുടുംബമാണ്. അപ്പോൾ അവർക്കും ആ ഒരു മനസ്സുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടട്ടെ. അതൊക്കെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ. പിന്നെ യൂട്യൂബ് കൊണ്ട് തന്നെ ഒരുപാട് ബന്ധങ്ങളും സ്നേഹ കൂട്ടായ്മകളും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. പിന്നെ നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് നമ്മളെ ഈ കോൺടാക്ട് നമ്പർ എടുത്തിട്ടൊക്കെ വിളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. പല സ്ഥലത്തുനിന്ന് ഓരോ വീഡിയോസൊക്കെ ഉഷാറാണ്, വീഡിയോ കണ്ടിട്ടില്ലല്ലോ. അപ്പം ഞാൻ കുറച്ച് കാലം ഞാൻ വീഡിയോ ഇടാഞ്ഞിട്ട് തന്നെ ഏട്ടൻ്റെ ഫോണിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെയാണ് യൂട്യൂബിന് പേജിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കണ്ട് ഒരുപാട് ആൾക്കാർ വിളിക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വളരെ സന്തോഷമായിട്ട് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ ഒരുപാട് ആൾക്കാർ യൂട്യൂബിലൂടെ കണ്ടിട്ട് എന്നൊക്കെ. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇപ്പോഴും തന്നെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഇത്രയും മുന്നോട്ട് പോകുന്നുണ്ട്. അത് തന്നെ വളരെയധികം സന്തോഷമാണ്. പിന്നെ മെയിൻ എൻ്റെ ഒരു ഞാൻ യൂട്യൂബ് തുടങ്ങാൻ കാരണമുള്ള കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എൻ്റെ സ്വന്തം വീട്ടിലെ എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് കടങ്ങളും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മുന്നോട്ട് പോയി റെഡി ആവാൻ വേണ്ടിയിട്ട് തുടങ്ങിയ നമ്മുടെ ഒരു കൊച്ചു ചാനലാണിത്. ഇപ്പോൾ നമ്മുടെ ഫാമിലി ആയിട്ടുള്ള വ്ളോഗുകളൊന്നും ഞാൻ അധികം ഇടാറില്ല കേട്ടോ. പിന്നെ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഒറ്റയ്ക്ക് തന്നെ വീഡിയോ എടുത്ത് എങ്ങനെ വാരി വലിച്ചങ്ങോട്ട് ഇടലാണ്. കാരണം അതിൽ പ്രത്യേകിച്ചൊരു കണ്ടൻറ്റോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മളെ വീഡിയോ ഒന്നും മുന്നോട്ട് പോകാത്തത്. അപ്പോൾ നമുക്ക് പ്രതീക്ഷയുണ്ട് ഓരോ ദിവസവും ഓരോ വീഡിയോ ഇടുക, എന്നെങ്കിലും ഒരു നല്ലൊരു കണ്ടൻ്റ് ആയിട്ടൊരു വീഡിയോ കിട്ടുമ്പോൾ അതൊരു ഇതാക്കി ഇടണം. അല്ലെങ്കിൽ ആ ഒരു വീഡിയോ എന്തെങ്കിലും ഒരു കണ്ടൻ്റ് ആയിട്ട് തോന്നുമല്ലോ നമ്മൾ ഇടുമ്പോൾ എന്ന് തോന്നിയിട്ട് ഇടുന്ന വീഡിയോ ആയിട്ട് വരട്ടെ എന്ന് ഞാൻ ഇപ്പോഴുള്ള പ്രാർത്ഥന ചെയ്യുമ്പോൾ ഒന്ന് രക്ഷപ്പെട്ടാൽ മതി. ഇത്രയും കാലം ഇപ്പോൾ ഇങ്ങനെ ഇടുന്നുണ്ട്,
കുറേ കാലം എന്ന് പറഞ്ഞാൽ ഫോണ് കേട് വന്നിട്ട് അങ്ങനെ കിടന്ന് നമ്മുടെ ചാനൽ നമ്മൾ അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് അങ്ങനെ നിർത്തിയായിരുന്നു. ഇപ്പോഴാണ് വീണ്ടും വീണ്ടും ഇങ്ങോട്ട് ഇടൽ തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ രക്ഷപ്പെട്ട് വരുന്നുണ്ട്. രക്ഷപ്പെടാതെ ഇങ്ങോട്ട് പോകാനല്ലേ ഒരു ദിവസം നമ്മൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞല്ലോ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് മലപ്പുറം ഫാമിലി വ്ലോഗ് കേട്ടോ, സരീന താത്ത അടിപൊളിയാട്ടോ. തമ്പുരോ ഇനി എന്തായാലും ഇനി നിർത്തരുത്, വീഡിയോ ഒക്കെ കറക്റ്റായിട്ട് ഇടണം കേട്ടോ, ഇടാതിരിക്കരുത്. എന്താ മലപ്പുറം വ്ലോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി വ്ലോഗിൽ താത്താനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ വീഡിയോ ഇട്ടൊക്കെ ഒന്ന് ജയിച്ച് വന്നു. ആൾ സിൽവർ ബട്ടണൊക്കെ കിട്ടിയിട്ടുണ്ട്, സിൽവർ പ്ലേ ബട്ടണൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ എൻ്റെ മലപ്പുറം ലൈലത്താത്ത എന്ന് പറഞ്ഞ് ഞാൻ എടുത്ത് പറയാത്ത ലൈലത്താത്തനാണ്, അത് നമ്മൾ താത്തയാണ്. അപ്പോൾ യൂട്യൂബറായിട്ടാണ് ഞാൻ ഒരിക്കലും കണക്കാക്കണില്ല. യൂട്യൂബിൽ ഇപ്പോൾ എല്ലാവരും മെയിൻ ഫേമസ് ഒക്കെ ഉള്ള ആളാണ്. നമ്മൾ നമ്മുടെ താത്തയായിട്ട് കണക്കാക്കുന്നതുകൊണ്ട് തന്നെ അവർ ഇതിക്കാണ്ട് പോകണില്ല കേട്ടോ. ഇപ്പോൾ ലളിതാത്തിനെയാണ് ഇത്രയും ഒരു ആൾക്കാരെ നമുക്ക് എത്തിച്ച് തന്നത്. അതിന് ലളിതാത്തിനോട് നന്ദി പറയാൻ ഞാൻ തികയില്ല. പക്ഷേ ലളിതാത്തെന്ന് പറയുമ്പോൾ ഞാൻ ലളിതാത്തെന്ന് പറഞ്ഞാൽ നന്ദി പറയേണ്ട ആവശ്യമില്ലാത്ത ആൾക്കാരായതുകൊണ്ടാണ് ഞാനൊരു നന്ദി എന്നുള്ളൊരു വാക്കിൽ ഉൾപ്പെടുത്താതെ. കാരണം അത് നമ്മുടെ ജ്യേഷ്ഠതയാണ്. അത് ആദ്യമേ പറയും, തമ്പുരു ചോദിച്ച് മര്യാദയ്ക്ക് ചാനലിൻ്റെ പേര് മാറ്റി ഇന്നത്തെ വിഭവം എന്നാക്കി കഴിഞ്ഞ് മറ്റേ മലപ്പുറം തമ്പുരോ അല്ലെങ്കിൽ മലപ്പുറം തമ്പുരു മലപ്പുറം മുത്തുണ്ട് നമുക്ക് കേട്ടോ, വേറെ സിൽവർ താത്ത ചാനൽ. അപ്പോൾ മലപ്പുറം തമ്പുരു അല്ലെങ്കിൽ എന്തെങ്കിലും ആക്കിയിടുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പുതിയ ഫോണൊക്കെ വാങ്ങിയിട്ട് ഇനി എന്തായാലും ചാനൽ പേരും മാറ്റുക, അല്ലെങ്കിൽ ചാനലിൻ്റെ ഇതും കൂടി ഒന്ന് സെറ്റാക്കുക വിചാരിച്ചിട്ട് ഫോൺ വാങ്ങിയിട്ട് ഇനി നമ്മൾ വീഡിയോ ഇട്ടുള്ളൂ എന്നുള്ളൊരു തന്നെയായിരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കംപ്ലീറ്റ് ഇങ്ങനെ ലോഡ് എന്ന് പറഞ്ഞാൽ ഒക്കെ കുറഞ്ഞ് വരൽ തുടങ്ങിയപ്പോൾ ഞാൻ എന്താട്ടി ഏട്ടൻ്റെ ഫോണിൽ നിന്ന് ഇടൽ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം നമ്മൾ വീഡിയോ ഇടാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 30 100 പോലും ഒരു ദിവസം ഉണ്ടാവില്ല എന്നൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. പിന്നെ ഷോർട്ട് വീഡിയോസൊക്കെ ഇടുമ്പോൾ നന്നായിട്ട് കയറി പോവാറുണ്ട്. പക്ഷെ നമ്മളൊരു വ്ളോഗായിട്ട് ഇടുമ്പോൾ ഒരു ദിവസം പോലും ഒരു 100 ആൾ പോലും കാണാത്ത ദിവസങ്ങളുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ. കാരണം നമുക്ക് ഇത്രയും കൂട്ടുകാരുണ്ടായിട്ട് പോലും നമ്മൾ വീഡിയോ ആരിലേക്കും എത്തണില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോൾ സങ്കടം. ചിലപ്പോൾ എത്താഞ്ഞിട്ടേ ആയിരിക്കില്ല, കാരണം പല ആൾക്കാരും സമയമില്ലാത്തവരല്ലേ ഇപ്പോൾ എല്ലാവരും, അതുകൊണ്ടൊക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഒന്നും കുഴപ്പമില്ല എന്നുള്ളതിൽ മറ്റില്ല അങ്ങനെ ഒന്നും എപ്പോഴെങ്കിലുമൊക്കെ കാണും ഒരു പ്രതീക്ഷയിൽ നിന്ന് വരട്ടെ. പിന്നെ അതങ്ങോട്ട് കുറഞ്ഞ് വരികയായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ ഞാൻ ഫോണൊക്കെ നല്ല ക്ലാരിറ്റി ഉള്ള ഫോൺ വാങ്ങിയിട്ട് വേണം വീഡിയോ ഒക്കെ ഇടണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ വീഡിയോ വീണ്ടും ഇടൽ തുടങ്ങിയത്. ഇനി പറഞ്ഞ് ബോറടിപ്പിക്കണില്ല. അപ്പോൾ നല്ല വീഡിയോസായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് മറ്റൊരു ദിവസം. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.